43-ാം എഡിഷൻ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഷെരീഫ് പ്ലാത്തൂരാണ്. സ്വാഗതം. താങ്ക് യു. പുസ്തകത്തെക്കുറിച്ച് നിറയെ പുസ്തകങ്ങളാണ് എല്ലാം എവിടെ നോക്കിക്കഴിഞ്ഞാലും. എന്നാൽ പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ പിന്നാമ്പുറത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പറയാൻ കഴിവുള്ള ആളാണ് താങ്കൾ. കാരണം ഇതിൻ്റെ പ്രിൻറ്റിങ് ടെക്നോളജിയെക്കുറിച്ചൊക്കെ അറിവുള്ള ആളാണ്. ഒരു പുസ്തകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും എവിടെ നിന്നാണ്? പുസ്തകത്തിന്റെ തുടക്കം രണ്ട് തരത്തിൽ പുസ്തകങ്ങൾ നമുക്ക് പറയാമല്ലോ. രണ്ട് തരമല്ല, ഒരുപാട് തരങ്ങളിൽ പറയാൻ പറ്റും. നമുക്ക് ടെക്നോളജി അല്ലെങ്കിൽ പിന്നെ ഫിക്ഷൻസ്, സ്റ്റോറീസ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ. പക്ഷേ ഈ ഫിക്ഷൻസ് അതുപോലെ സ്റ്റോറീസ്, പോയംസ് ഒക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ഭാവനയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ട് വരുന്നതാണല്ലോ, നമുക്കറിയാമല്ലോ. പക്ഷെ ഇത് ടെക്നോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ നമുക്ക് ഉണ്ടാവണം. അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ മനസ്സിലുണ്ടാവണം. നോളജ് ഉണ്ടായാൽ മാത്രം പോരല്ല, നോളജ് ഉണ്ടായാലും നമുക്കത് ഷെയർ ചെയ്യാനുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. അതായത് ചില ആളുകളുണ്ടാവും, ഒരുപാട് നോളജ് ഉണ്ടാവും, പക്ഷെ അത് ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടാവില്ല. ചില ആൾക്കാർ ക്ലാസ് എടുത്തുകൊണ്ട് ഷെയർ ചെയ്യും, ചില ആൾക്കാർ അവർക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല, ചിലപ്പോൾ അവർ അത് പുസ്തകങ്ങളിലൂടെ ഷെയർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു പുസ്തകത്തിന്റെ പിറവി എന്ന് പറയുന്നത്. ടെക്നോളജിയിലേക്ക് വന്നാൽ പുസ്തകത്തിന്റെ പിറവി എവിടെ നിന്നാണ്? ടെക്നോളജി ഞാൻ പറഞ്ഞില്ലേ, ഷെയറിംഗ് മെന്റാലിറ്റിയാണ്. നമ്മൾ നോളജ് ഷെയറിംഗ് മെന്റാലിറ്റി എന്ന് പറയും. നമുക്കിപ്പോൾ ചില ആളുകൾ അവരുടെ നോളജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അവരെ പോലെ ആവോ എന്നുള്ള മെന്റാലിറ്റി ഉള്ള ആളുകൾ ഫീൽഡിൽ ഉണ്ടാവും. ടെക്നോളജി അറിയുന്ന ആളുകൾ തന്നെ ഒരുപാട് നോളജ് ഉണ്ടാവും. അത് അവരെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടുകൂടി അവരുടെ നോളജൊക്കെ തീർന്നു പോകും. പക്ഷെ അത് ഷെയർ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുക, അത് വരും തലമുറക്ക് പിന്നെ യൂസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അത് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളിൽ നിന്നാണ് ഈ ടെക്നോളജിയുടെ ബുക്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ ഇതിന് വേണ്ടിയിട്ട് ബെനിഫിറ്റിന് വേണ്ടി എഴുതുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷെ അവർക്കും ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട്, പക്ഷെ എല്ലാം പുസ്തകമായി മാറുന്നില്ല. അവിടെ ഒരു ഫിനാൻഷ്യൽ ബേഡൻ വരുന്നുണ്ട് പല ആളുകൾക്കും. ഈ പ്രിന്റിങ്ങിനെ എങ്ങനെ ഇത് വയബിൾ ആക്കാം, അല്ലെങ്കിൽ ലാഭകരമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് താങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്? ഇപ്പോ പിന്നെ ഫൈനാൻഷ്യൽ ബേർഡൻസ് വരുന്ന ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പബ്ലിഷിംഗ് ബ്യൂറോസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട്. നമ്മളൊരു കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടും ആളുകൾ അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ട് വരും. അതിന്റെ കണ്ടന്റ് ആണ് മെയിൻ. നമുക്ക് ചിലപ്പോൾ ചില കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ എടുക്കാൻ തയ്യാറായിട്ട് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത സാധനങ്ങളും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് പബ്ലിഷിംഗ് ബ്യൂറോസ് ഇപ്പൊ അവൈലബിൾ ആണ് ഒരുപാട്. ഇപ്പൊ ഞാൻ എൻ്റെത് പബ്ലിഷ് ചെയ്തത് വൈറ്റ് ഫാൽക്കൺ പബ്ലിഷിംഗ്, പഞ്ചാബിലുള്ള ഒരു പബ്ലിഷിംഗ് ബ്യൂറോ ആണ്. അവര് ഒരുപാട് സെൽഫ് പബ്ലിഷിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ തന്നെ വേറൊരു പിന്നെ ബ്രാൻഡിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തേടി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പേപ്പർ തങ്ങൾ പ്രിന്റിങ്ങിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പേപ്പറുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കോസ്റ്റിനെ എഫക്ട് ചെയ്യുമല്ലോ. അതേസമയം തന്നെ നല്ല ക്വാളിറ്റികൾക്ക് ചില ആളുകൾ പ്രത്യേകം അട്രാക്ഷനും കൂടി വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ കണ്ടന്റ് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ സബ്ജക്റ്റിനേക്കാൾ അല്ലെങ്കിൽ ഫിക്ഷനൊക്കെ വരുമ്പോഴും സബ്ജക്റ്റിനേക്കാൾ ഓറിയന്റഡ് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെതൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പർ ബാക്കിന്റെ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്, പേപ്പർ പ്രിന്റിങ്ങിന്റെ ക്വാളിറ്റിയെ കുറിച്ച്? പേപ്പർ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അതിനനുസരിച്ച് നമുക്ക് ഒരു സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ബുക്കിൽ. നമുക്ക് പിന്നെ ഇപ്പോൾ കളറിനെ പറ്റി പറയുന്ന ബുക്കാണെങ്കിൽ നമുക്കൊരു വൈറ്റ് സബ്സ്ട്രേറ്റ് ബുക്ക് വേണം, വൈറ്റ് സർഫസ് ഉള്ള ബുക്ക് തന്നെ വേണം. കാരണം അതിൽ നമ്മൾ കളർ കാര്യങ്ങളൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ അതിന്റെ പിന്നെ എക്സാക്ട് കളർ നമുക്കത് റീപ്രൊഡ്യൂസ് ആവണം. അല്ലാതെ നമ്മൾ യെല്ലോയിഷ് പേപ്പറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറൊക്കെ യെല്ലോയിഷ് ആയി പോകും. നമ്മൾ ഉദ്ദേശിച്ച കളർ അതിൽ പ്രിന്റ് ആവണമെന്നില്ല. എന്നാൽ ഫിക്ഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി യെല്ലോയിഷ് ആയിട്ടുള്ള കളർ പിന്നെ പേപ്പർ, അല്ലെങ്കിൽ അതിന്റെ ഒരു സർഫസ് റഫ് ആയിട്ടുള്ള പിന്നെ പേപ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു കുട്ടികൾക്ക് അതിനോടുള്ളൊരു അഫെക്ഷൻ വരും. അത് ഒരു ഫീൽ ചെയ്യുന്ന അതൊരു പിന്നെ രണ്ടു തരത്തിൽ അതിനെ എഫക്ട് ചെയ്യും. ഒന്ന്, അവർക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ അഫെക്ഷൻ അതിനോട് വരും. രണ്ടാമത്, അത് മാർക്കറ്റിൽ നമുക്ക് കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ അവരെ അട്രാക്ട് ചെയ്യാനും ഈ പേപ്പർ ബാക്കിന് സാധിക്കും. താങ്കളുടെ പുസ്തകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
എന്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിങ് പല ആളുകൾക്കും നമുക്ക് പ്രിന്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നാണ്. എന്നാൽ പ്രിന്റിംഗ് ഒരിക്കലും മരിക്കുന്നില്ല. പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ഒരു കാലത്ത് ലെറ്റർ പ്രസ് ആയിരുന്നു പ്രിന്റിങ്. അതിനു മുമ്പ് വേറെ രീതിയിലുള്ള പ്രിന്റിംഗ് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഓഫ്സെറ്റ് പ്രിന്റിംഗ്, അതും ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഗ്രവിയർ, ഫ്ലക്സോലൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രിന്റിങ്ങുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. 3D പ്രിന്റിങ്ങും ഓർഗൻ പ്രിന്റിംഗ് ഒക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. US-ലൊക്കെ പിന്നെ ചാരിറ്റി ഹൗസ് ഒക്കെ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാണ്. പിന്നെ സർക്യൂട്ട് ബോർഡ് പ്രിന്റ് ചെയ്യണ ഇലക്ട്രോണിക്സ് പ്രിന്റിംഗ് ഉണ്ട്. ഓർഗൻസ് പ്രിന്റ് ചെയ്യണ നമ്മുടെ ഹേർട്ടിന്റെ വാൾവ് അതൊക്കെ പ്രിന്റ് ചെയ്യുന്ന ഓർഗൻസ് പ്രിന്റിംഗ് കൂടി, അങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിന്റിംഗ് മരിക്കുന്നില്ല. പ്രിന്റിങ്ങിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് ഇത് പ്രിന്റിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ടെക്നോളജിന്റെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രിന്റിങ്ങിന്റെ ഒരു തുടക്കം മുതലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രിന്റിംഗിൽ പലതും മോണോപ്പൊളിയാണ്. ആളുകൾക്ക് പബ്ലിക്കിന് എത്തിപ്പെടാൻ പറ്റാത്ത ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകൾ മാത്രമേ പ്രിന്റിങ്ങിനെ പറ്റിയിട്ടുള്ള ആളുകൾക്കുള്ളൂ. പുസ്തകങ്ങൾക്കൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 10,000-15,000 രൂപയൊക്കെയാണ് നാട്ടിൽ പുസ്തകങ്ങൾ. അതും ഫോറിൻ ബുക്സ് ആണ്. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈവൻ നമ്മുടെ ലൈബ്രറി പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോപ്പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ പഠിക്കുക, ഇതിനെപ്പറ്റി പഠിക്കുക, അറിയുക എന്നുള്ളതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, നമുക്കൊന്നും അത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ പഠിക്കുമ്പോൾ ഒരു 15,000 രൂപയുടെ പുസ്തകം വില കൊടുത്തു വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിന് മെയിനായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു രീതിയിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ആളുകൾക്ക്, അതായത് പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ഇറക്കാം. പ്രത്യേകിച്ച് മെയിൻലി സ്റ്റുഡൻസിനാണ്. ഞാൻ എൻ്റെ ഇത് പബ്ലിഷ് ചെയ്ത് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒരു പിന്നെ വെൽക്കം പ്രോഗ്രാമിലാണ്, ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണ് എൻ്റെ പഴയ കോളേജിന്റെ പ്രിൻസിപ്പൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. VC ആയിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്ന് എന്തോ തിരക്കായതുകൊണ്ട് പുള്ളി വന്നില്ല. അപ്പോൾ അന്ന് പബ്ലിഷ് ചെയ്ത അവിടെ നിന്നാണ്, ആ ക്യാമ്പസിൽ നിന്നാണ് പബ്ലിഷ് ചെയ്തത്. കാരണം ഞാനത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെ സ്റ്റുഡൻസിന് നോളജ് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്, ഒരുപാട് ഗ്രാഫിക് ഡിസൈനേഴ്സ്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീൽഡിലുണ്ട്. വെബ് ഡിസൈനിങ് ഉണ്ട്, പിന്നെ പ്രിന്റിംഗിൽ ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, പിന്നെ പല രീതിയിലും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഈ പ്രിന്റിംഗിലേക്ക് വരുമ്പോൾ ഈ പ്രിന്റിംഗിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനല്ല. ഞാനിപ്പോ ഇവിടെ അടുത്ത് ഇതിനെങ്ങനെ പ്രിന്റിംഗിൽ അവരെ കഴിവിനെ പ്രിന്റിംഗിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ടൂൾ കൂടിയാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ചെറിയ പൈസയേ ഉള്ളൂ. അത് പിന്നെ 265 രൂപക്ക് ആമസോണിൽ ഇതിലൊക്കെ അവൈലബിൾ ആകുന്ന രീതിയിൽ, അതായത് 10,000-15,000 ഒക്കെ രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു നോളജിന്റെ ഒരു ചെറിയൊരു രൂപമാണ് ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അവൈലബിൾ ആവണം. നോളജ് ഷെയറിംഗ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. എടുത്തു വെക്കേണ്ട കാര്യമില്ല. അതാണ് നോളജ് ഷെയറിംഗ് ആണ്. ഞാൻ എന്റെ കൺസെപ്റ്റ് അതാണ്. നമ്മൾ ഒരാൾക്ക് നോളജ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് കൂടുതൽ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളെ നോളജ് ഷെയർ ചെയ്തുകൊണ്ട് അവർ നമ്മളെ പോലെ ആവാൻ പോകുന്നില്ല. ഐഡിയ നമ്മളതാണ്. അത് എല്ലാവരും നമ്മളെ കഴിവാണ്, നമ്മളെ സ്മാർട്ട്നെസ് അനുസരിച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് കവറിലിട്ട് കൊടുക്കണമെന്നുള്ളൂ സംഭവം. അതിനുള്ള കണ്ടന്റ് നമ്മൾ തരുന്നുണ്ടെങ്കിൽ. അതെ. പിന്നെ ഈ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴേ നല്ല സെയിലുള്ള ബുക്കുകളുടെ പലതും കോപ്പി വരാറുണ്ട്, വ്യാജന്മാർ ഇറക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിന്റെ കോപ്പി വന്നെന്ന് പറഞ്ഞ് കേസൊക്കെ കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പ്രിന്റിങ് ശരിക്കും സംഭവം പ്രിന്റിന്റെ ക്വാളിറ്റിയിൽ രണ്ടും ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ വില കൊടുത്ത് അല്ലെങ്കിൽ ഒരു 250 രൂപ പുസ്തകത്തിന്റെ വിലയുള്ള ഒരു പുസ്തകം എന്ത് ചെയ്യുന്നു, 100 രൂപക്ക് കുറച്ച് 150 രൂപക്ക് ഇത്തരം ആളുകൾ വിൽക്കപ്പെടും. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇത്തരം ഇത് പലപ്പോഴായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ചോദ്യമാണ് ശരിക്കും. അതായത് പ്രിന്റിംഗിൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, പ്രിന്റിംഗിൽ നമ്മളിപ്പം ബുക്സിന്റെ കാര്യം പറയണം. ബുക്സ്, ന്യൂസ് പേപ്പർ ഒക്കെ നമുക്ക് നോർമലി പറയാന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ ബുക്സ് ഒക്കെ ഇപ്പോഴും പ്രിന്റ് ആവുന്നുണ്ട്, ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ യൂസ് ആവുന്നുണ്ട്. പക്ഷെ ഇതേ ഒരു ചാലഞ്ചാണ് പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനം, ഇമിറ്റേഷൻ എന്ന് പറയും. നമ്മൾ ഈ പാക്കേജിങ് ഫീൽഡാണ് ഇപ്പൊ പ്രിന്റിംഗിൽ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ളത്. അതായത് പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. അതിലും ഇമിറ്റേഷൻസ് നടക്കാറുണ്ട്. ഇപ്പം ബുക്കിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ നടക്കുന്ന ഇമിറ്റേഷൻസും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മുമ്പ് തന്നെ നമ്മുടെ ബുക്സിലൊക്കെ ചിലപ്പം ഈ DC ബുക്സിന്റെ ഒക്കെ ഡിക്ഷണറീസിൽ, അത് അന്ന് നമ്മളെ നാട്ടിലൊക്കെ കുറച്ച് വില കൂടിയ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്
ടി രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറി, അതുപോലെയുള്ള പിന്നെ ഓക്സ്ഫോർഡിന്റെ ഡിക്ഷണറി ഒക്കെ, അതിനൊക്കെ മുകളിൽ നമുക്ക് കാണാം ഹോളോഗ്രാം സ്റ്റിക്കർ ഉണ്ടാവും. അതിന്റെ ഒറിജിനൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റിക്കർ അതിന്റെ മേലെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ള കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഇമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിനെ ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യുന്നത്. കാരണം അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്പെൻസ് വരും. അത് ഈ ചെറിയ പൈസക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ മെയിൻ ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് പാക്കേജിങ്ങിലും ഇപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇമിറ്റേഷൻസ് ബ്ലോക്ക് ചെയ്യുന്നത്. ശരിക്കും വായനക്കാരാണ് അല്ലെങ്കിൽ പുസ്തകം വാങ്ങുന്നവരാണ് അവർ എപ്പോഴും കുറഞ്ഞ കാശിന് വാങ്ങാന്നുള്ളതായിരിക്കുമല്ലോ എല്ലാവരുടെ കാര്യം. അപ്പോൾ അവരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇമിറ്റേഷൻസിലും കോപ്പിങ്ങിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും അത് അവർ ശ്രദ്ധിക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമുക്ക് പിന്നെ ഫസ്റ്റ് തന്നെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ കംപ്ലൈന്റ് നിയമപരമായിട്ട് നീങ്ങാം. അതുകൊണ്ട് പലരും ഇപ്പൊ അത് ചെയ്യുന്നില്ല. കാരണം അതിന്റെ പിന്നാലെ പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എവിടെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുക എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ള പുസ്തകങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറച്ച് മടിക്കും. അല്ലാത്ത പുസ്തകങ്ങളൊക്കെ ചിലപ്പം പിന്നെ ഇറക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇനി സുപ്രഭാതത്തിന്റെ പ്രേക്ഷകരോടായിട്ട് അല്ലെങ്കിൽ ഇത്തരം പ്രിന്റ് ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യരോടായിട്ട് എന്താ പറയാനുള്ളത്? പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തില്, നമുക്ക് ഈ എല്ലാവരോടും നോളജ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നോളജ് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ നോളജ് ഇൻക്രീസ് ചെയ്യുള്ളൂ. നമ്മൾ ടീച്ചേഴ്സിനൊക്കെ കാണുന്നില്ല, അവർ കാലങ്ങളായിട്ട് അവരുടെ നോളജ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ചെയ്യുന്നത്. നമ്മളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ്. നമ്മൾ പിന്നെ ഈ വാർത്തെടുക്കുന്ന തലമുറയാണ് നാളെ നമ്മളെക്കാൾ വലിയ ആളുകളായിട്ട് നമ്മുടെ തലമുറക്ക് പുതിയ കോൺട്രിബ്യൂഷൻസ് ചെയ്യേണ്ട പുതിയ സംഭാവനകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെക്കാൾ വലിയ ആളുകളായിട്ട് അവർ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഒരു പിന്നെ പുതിയൊരു ജനറേഷന് വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് ഈ നോളജ് ഷെയറിങ്ങിലൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് സുപ്രഭാതത്തിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്തരം പ്രിന്റിങ്ങിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരും അതുപോലെ പുസ്തക പ്രിന്റ് സ്വന്തമായിട്ട് ഇറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആദ്യം ഒരു ബാലപാഠമായിട്ടെങ്കിലും ഷരീഫ് പ്ലാത്തുവിന്റെ പുസ്തകം വായിക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. താങ്ക് യു വെരി മച്ച്.